ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുക്കുന്നു. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് റോഡ് ഷോയിലുടനീളം ദൃശ്യമാകുന്നത്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വലിയ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരും അതോടൊപ്പം ജനങ്ങളും. വലിയ സ്വീകാര്യത തന്നെയാണ് ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോയിലുടനീളം ദൃശ്യമാകുന്നത് അല്ലേ? പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ആ പങ്കാളിത്തം വലിയ ഊർജം നൽകുന്നു. ഹലോ മിഥുൻ പറഞ്ഞോളൂ, കേൾക്കാം. മിഥുനിലേക്ക് എത്താം. ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ആവേശം പകർന്നുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല വലിയ ആവേശമാണ് പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടാക്കിയത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നമ്മളോട് ചേർന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു ആവേശത്തെ? വലിയ സ്വീകാര്യതയാണ് എനിക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഈ പ്രദേശത്ത് വോട്ട് വേണ്ടി അഭ്യർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. പക്ഷേ എനിക്ക് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പെരളശ്ശേരി ആയാലും പിണറായി ആയാലും മൂന്നുപെരിയായാലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയ സമയത്തും വലിയ സ്വീകാര്യതയാണ് വോട്ടർമാരുടെ ഭാഗത്ത് ലഭിക്കുന്നത്. CPM കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് ഹാർദവമായുള്ള ഷെയ്ക്കൻഡ് തരുന്നു. അത് ഹൃദയത്തിൽ തൊട്ടുള്ള ഷെയ്ക്കൻഡാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. നല്ല സ്വീകാര്യത. ഇവിടെ LDFനെതിരെ വലിയൊരു ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വലിയൊരു ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ എനിക്ക് ഗുണകരമാവും, എനിക്ക് വോട്ടായി മാറും. എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. ഈ മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിക്കാൻ, അത്ഭുതം സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും NDA വോട്ട് തേടുന്നത് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ വികസനത്തിന്റെ പല പരിപാടികൾ ഇവിടെ നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം സ്ഥാനാർത്ഥി എന്നുള്ളത്. വികസനം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ തുടക്കം ചാല മുതൽ റോഡിൻ്റെ ഇരുവശവും വിളക്കുകാൽ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു വികസനമില്ല. സാധാരണക്കാരന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഈ മണ്ഡലത്തിലില്ല. കഴിഞ്ഞ 6-ാം തീയതിയാണ് നമ്മുടെ ഒരു മെഗാ അദാലത്ത് നമ്മൾ മമ്പറത്ത് വെച്ച് നടക്കുകയുണ്ടായി. ഏകദേശം 3700ഓളം അപേക്ഷകളും പരാതികളും വന്നു. അതിൽ കുടിവെള്ളമില്ലാത്ത, കയറിക്കിടക്കാൻ കൂലിയില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ വെള്ളക്കെട്ട് മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ, രോഗാവസ്ഥയിൽ ചികിത്സിക്കാൻ പണമില്ലാത്ത ആളുകൾ, പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ ഇരിക്കുന്നത്. ഇത് പിണറായിയുടെ ചരിത്രത്തിലില്ലാത്ത ജനക്കൂട്ടമാണ്. പിണറായിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പോലും ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് BJPയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ജനക്കൂട്ടമാണ് പിണറായിൽ സംഘടിച്ചിരിക്കുന്നത്. CPMൻ്റെ ശക്തി കേട്ടെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ പ്രവർത്തകന്മാരല്ല, എല്ലാം തന്നെ CPMൻ്റെ അനുഭാവികളും പ്രവർത്തകന്മാരാണ്. CPMമാരാണ് ഞങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പിണറായിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും റോഡിന്റെ ഇരുവശത്തും രാഷ്ട്രീയ ഭേദമന്യേ വിവിധ ആളുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനും ഈ റോഡ് ഷോയുടെ ഭാഗമാകാനും അല്ലെങ്കിൽ അതിന് അഭിവാദ്യം അർപ്പിക്കാനുമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി മിഥുൻ, ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്.